ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ പറഞ്ഞിട്ട് പോയി അടിക്കുവാണെങ്കിൽ അടിച്ചോണം എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോയതിൻ്റെ ഒരു ചമ്മലും പൊതുജനങ്ങളുടെ ഇടയിൽ അതൊരു സംസാരമായതിൻ്റെ ഒരു ഫീലിങ്സ് എല്ലാം ലാലേട്ടനെ സംബന്ധിച്ചുണ്ടായിരുന്നു. കൂടാതെ ഈ ഹൗസിലുള്ള ആൾക്കാർ റോക്കിയെ പിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും സിജോയെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ സിജോയെ പറ്റി പറയാതിരിക്കുന്ന സാഹചര്യം കൂടെ വന്ന് ഒരു എപ്പിസോഡിൽ ഞായറാഴ്ച വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ശനി ഞായറും വന്ന് നിൽക്കുമ്പോൾ ലാലേട്ടനെ സംബന്ധിച്ച് സ്വന്തം ഇമേജിനെ നേരെ കൊണ്ടുവരണം, അതിനുവേണ്ടിയുള്ള ശ്രമം ഉണ്ടാവണം. അപ്പോൾ അത് ഒറ്റയ്ക്ക് ഒന്നും നടക്കില്ല. അതിനുള്ള ഫസ്റ്റ് പ്രിഫറൻസ് പറഞ്ഞാൽ സിജോയുമായി വരിക എന്നുള്ളതാണ്. സിജോയുമായിട്ട് വന്നു. സിജോയ്ക്ക് തൽക്കാലം കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ. ഹൗസിലേക്ക് ഇന്ന് കയറ്റ സാധ്യത കുറവാണ്. റെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ പൊളിച്ചെടുക്കാനും ഹൗസ് മേറ്റ്സിലെ കാര്യങ്ങളുടെ അവരുടെ ഉള്ളിലുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ കൂടെ നിൽക്കുന്നവരായാലും എതിർത്ത് നിൽക്കുന്നവരായാലും ഇവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങളൊന്നും ഇല്ല എന്നും ഇവരുടെ ലക്ഷ്യം വിജയിക്കുക എന്ന് മാത്രമാണെന്ന് അതിനുള്ള കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. സിമ്പതി, സഹാനുഭൂതി ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇവരുടെ അയലക്കത്തയുടെ പോലും പോയിട്ടില്ല എന്നുള്ളതൊക്കെ വ്യക്തമായി പൊളിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലാലേട്ടൻ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് കാണിക്കുന്നത്. വെളിപ്പെടുത്താൻ വേണ്ടി എല്ലാവരോടും പ്രത്യേകം ചോദിക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ ചീട്ട് പോലെ ഇങ്ങനെ വലിച്ച് കീറി എടുക്കുകയാണ്. എന്നിട്ട് സിജോയെ കൊണ്ടുവരുമ്പോഴത്തേനും ആൾക്കാരുടെ പിന്നെ അഭിനയിച്ചിട്ട് കാര്യമില്ല. പിന്നെ സിജോയെ കാണുമ്പോൾ അയ്യോ മോനെ സിജോയെ എവിടെയായിരുന്നടാ എന്നൊക്കെ രീതിയിൽ അഭിനയം എടുത്തിട്ട് കാര്യമില്ല. കാരണം പൊളിയും. ആ സാധനമൊക്കെ സിജോയുടെ ശ്രദ്ധയിൽ വരും. ലാലേട്ടൻ ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അതോടുകൂടി ആ ഹൗസിലുള്ള എല്ലാവരുടെയും കള്ളക്കളികളെല്ലാം പൊളി. ഇവരെ ഒന്ന് നമ്പാൻ കൊള്ളുക എന്നുള്ള സംഭവം കൃത്യമായി എടുത്തു കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഈ പറഞ്ഞ പ്രൊമോ വന്നേക്കണേ തന്നെ. പിന്നെ സിജോയ് ഞാൻ പറഞ്ഞില്ല, സിജോയ് ഈ പ്രാവശ്യം കയറില്ല. കാരണം ജസ്റ്റ് പുള്ളി റെസ്റ്റിലാണ്. ഇപ്പോൾ എന്തായാലും ഡോക്ടർമാർ കയറ്റി വിടില്ല. പുള്ളി തിരിച്ച് കൊണ്ടുവരും തന്നെ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ലാലേട്ടന് ഈ 2 ദിവസം എപ്പിസോഡൊന്നും കഴിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് ഒറ്റയ്ക്ക് വന്ന് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടും പുള്ളിക്ക് ഒരു ഇമേജിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടൊക്കെ സിജോയ് മുഖേന വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് പോവുക എന്ന ഉദ്ദേശത്തിലാണ് ലാലേട്ടൻ സിജോയിനെ കൊണ്ട് മെയിനായിട്ട് വന്നത്. അത് സംശയമൊന്നുമില്ല. പിന്നെ റോക്കിയെ തള്ളിപ്പറയും ഉറപ്പായിട്ടും. റോക്കിക്ക് മാക്സിമം രൂക്ഷമായിട്ട് സംസാരങ്ങൾ വരും. കാരണം എന്നാൽ മാത്രമാണ് പൊതുജനങ്ങളുടെ ഇടയിൽ ലാലേട്ടൻ്റെ ഇമേജിനെ നേരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. റോക്കിക്ക് വേണ്ടിയുള്ള ഹൗസ് മേറ്റ്സിൻ്റെ സംസാരങ്ങളും പുറത്തുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. സിജോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു പ്രവർത്തിച്ചു എന്ന് ബിഗ് ബോസിനെങ്കിലും തോന്നുന്നു. ബിഗ് ബോസ് ഹൗസിലെ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു തോന്നൽ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനൊക്കെ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ നടക്കുള്ളൂ. വേറെ ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികൾ കൂടെ നിൽക്കുന്നവരും കെട്ടിപ്പിടിച്ച് കിടന്നവരൊന്നും ഇതിനെപ്പറ്റി സിജോയെ പറ്റി ഒന്നും പറയില്ല. ഒരു രീതിയിലും ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ സംസാരം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം വ്യക്തമായി മോഹൻലാലിനെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതെല്ലാം പറയണേ. സത്യം പറഞ്ഞാൽ സിജോയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ലാലേട്ടൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതിപ്പോൾ ആര് പുറത്തു പോയാലും വന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ എന്ന രീതിയിലാണ് ഹൗസിൻ്റെ പോക്ക്.